നമ്മുടെ ഈ കോഴ്സിന് ഇടയ്ക്ക് നമ്മൾ ഒരുപാട് അസൈൻമെൻറ്റ്സും പ്രോജക്ട്സും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓരോ മോഡ്യൂൾസ് എല്ലാ ആഴ്ചയും വരികയാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തോന്നുമ്പോൾ നമ്മളോട് എന്തെങ്കിലും ദേഷ്യം തോന്നിയിട്ടുണ്ടോ? സോ ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ ഒരു നോർമൽ രീതി അല്ലാതെ ഇപ്പം നമുക്ക് പലയിടത്തും കാണാം പാട്ട് പാടി പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ കഥ പറഞ്ഞ് പഠിപ്പിക്കുന്നു. ചിലപ്പോൾ ഒരു നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരാൾക്ക് കുറച്ചും കൂടി അത് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചാൽ ഞാൻ തോന്നിച്ചു. ഇപ്പോൾ ക്ലാസ്സിൽ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഗംഗയായിരിക്കും ഫസ്റ്റ് ചാടിക്കയറി ഉത്തരം പറയുന്നത്. ബാക്കിയുള്ളവരെ ഒന്നും സമ്മതിക്കാതെ, അല്ലെങ്കിൽ ചില സമയത്ത് ടോട്ടൽ സൈലൻസ് ആയ സമയത്ത് ഗംഗയുടെ ആൻസർ ആയിരിക്കും ഫസ്റ്റ് ഞാൻ കേൾക്കുന്ന ക്ലാസ്. അപ്പോൾ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പം നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് പഠിക്കാം. തിയേറ്ററിൽ പോയിരുന്ന് പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫംഗ്ഷന് പോകുമ്പം അവിടെ ഇരുന്ന് പഠിക്കാം, ക്ലാസ് കേൾക്കാം. അങ്ങനെ എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഹായ് എവരിവൺ, ഇന്ന് നമുക്കൊരു സൂപ്പർ പ്രൗഡ് മൊമെൻ്റ് ആണ്. എൻട്രിയുടെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കോഴ്സിലെ ഗംഗ ജ്യോതിയാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. സോ ഹായ് ഗംഗ, വെൽക്കം ടു ദ ഡിസ്കഷൻ. താങ്ക് യു ആര്യ മാം. സോ ഫസ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു ജോബ് ഓഫർ കിട്ടിയപ്പോൾ ഉണ്ടായ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തായിരുന്നു? ആ ഒരു മൊമെൻ്റ് എങ്ങനെയായിരുന്നു? ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഞാനൊരു കരിയർ ബ്രേക്ക് കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളായിരുന്നു. സോ അപ്പോൾ ഒരു കോഴ്സ് പഠിച്ചു, ജോലി കിട്ടാന്ന് പറയുന്ന അത് വളരെ നല്ലൊരു ഹാപ്പി മൊമെൻറ്റ് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് അതിന് എനിക്ക് എൻട്രിയോടൊരു സ്പെഷ്യൽ താങ്ക്സ് കൂടിയുണ്ട് പറയാനായിട്ട്. കാരണം വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റി. ആ സമയത്ത് തന്നെ പ്ലേസ്മെൻറ്റ് അറ്റൻഡ് ചെയ്തു, ജോബ് കിട്ടുക എന്ന് പറഞ്ഞത് അത് വലിയൊരു കാര്യമായിട്ട്, വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ഐ തിങ്ക് ബിഫോർ ദി സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കരിയർ ഒരു പ്രൊഫസറായിട്ടായിരുന്നു അല്ലേ? അതെ, അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു ജേർണി നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു IT കരിയറിലേക്ക് സ്വിച്ച് ചെയ്യണം എന്ന് എന്തുകൊണ്ടാണ് തോന്നിയത്? എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുട്ടികളുടെ ഫൈനൽ പ്രോജക്ട്സ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ആസ് എ ഫാക്കൽറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ നമ്മൾ ആസ് എ ഫാക്കൽറ്റി എൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രോജക്ട്സ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ബേസിക്കലി ടെസ്റ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് എനിക്കൊരു ഇൻട്രസ്റ്റ് വന്നത്. പിന്നീട് ഒരു കരിയർ ബ്രേക്ക് എടുത്തു. പിന്നെ അപ്പോൾ ഞാൻ റീതിങ്ക് ചെയ്തു എനിക്കും ഇൻഡസ്ട്രിയിലേക്ക് വരണം. കാരണം അതിന് ചെറിയൊരു വെച്ചാൽ നമ്മൾ ടീച്ചിങ്ങും ഇൻഡസ്ട്രിയും തമ്മിൽ നല്ലൊരു ഗ്യാപ്പുണ്ട്. അപ്പോൾ എന്താണ് ഇതിനകത്ത് നടക്കുന്നത് എന്നറിയാം. പിന്നെ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ IT ഇൻഡസ്ട്രി വളരെ ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ പല മോഡ് ഓഫ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ഉണ്ട്, ഫ്രീലാൻസിങ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് കരുതി അങ്ങനെയാണ് ഞാൻ ഈ കോഴ്സ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടെസ്റ്റിങ്ങിലേക്ക് വന്നതിന് ശേഷം ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ നമ്മൾ ട്രോൾസിലൊക്കെ എപ്പോഴും കാണാറുണ്ട് ഡെവലപ്പേഴ്സിന് ടെസ്റ്റേഴ്സിനെ ഭയങ്കര പേടിയാന്നൊക്കെ. അപ്പോൾ ഗംഗയുടെ ഒരു എക്സ്പീരിയൻസിൽ എങ്ങനെ ഡെവലപ്പേഴ്സായിട്ട് ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു? അങ്ങനെ ഉണ്ടായിരുന്നില്ല. എൻ്റെ ടീം വളരെ നല്ല നന്നായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പോകുന്ന ഒരു ടീമായിരുന്നു. സോ അങ്ങനെ ആർഗ്യുമെന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പറയുന്നത് കാരണം ടെസ്റ്റേഴ്സ് നമ്മൾ കറക്റ്റായിട്ട് ഡോക്യുമെന്റ്സ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അവർക്ക് അത് കൺവിൻസ്ഡ് ആകും. സോ അങ്ങനെ ആർഗ്യുമെന്റ്സിൻ്റെ ഇഷ്യൂസ് ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. വളരെ സ്മൂത്തായിട്ടാണ് വർക്ക് ചെയ്തത്. ഫൈൻ. അപ്പോൾ ഒരു മാനുവൽ ടെസ്റ്റർ ആയിട്ടാണ് പിന്നീട് ഒരു അപ്സ്കില്ലിങ്ങിനെ പറ്റി ചിന്തിച്ചത് അല്ലെ? ടു ഓട്ടോമേഷൻ ടെസ്റ്റിംഗ്. ഉറപ്പായിട്ടും നമുക്കൊരു കരിയർ ഗ്രോത്ത് വേണമെങ്കിൽ മാനുവൽ ടെസ്റ്റിംഗ് തന്നെ സ്റ്റെക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ നമുക്ക് ഓട്ടോമേഷനിലേക്കും പിന്നീട് അതിൻ്റെ ഹയർ വേർഷൻസിലേക്കും ഒക്കെ നമുക്ക് സ്വിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വൈ യു ചൂസ് എൻട്രി? അതായത് എൻട്രിയുടെ ആഡുകൾ അതല്ലാതെ തന്നെ എൻട്രി ആപ്പിനെ കുറിച്ചിട്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോഡിംഗ് കോഴ്സിൻ്റെ കുറച്ച് അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ ഞാൻ കണ്ടു. പിന്നെ അതിൻ്റെ സിലബസ് ഞാൻ എൻട്രീനെ കോൺടാക്ട് ചെയ്തപ്പോൾ അതിൻ്റെ സിലബസ് നോക്കുമ്പോൾ ഓട്ടോമേഷൻ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്താണ് വേണ്ടത്? കാരണം ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരുന്നു ഓട്ടോമേഷനെ കുറിച്ചിട്ടെങ്കിലും അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വെച്ചു എനിക്കൊരു മെൻറ്ററിൻ്റെ ഹെൽപ്പോടുകൂടെ തന്നെ അത് പഠിച്ചെടുക്കണം എന്ന് തോന്നി. അങ്ങനെയാണ് എൻട്രിയെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻട്രി ചൂസ് ചെയ്തു. ഓക്കെ, ഇപ്പം നമ്മളുടെ കോഴ്സസ് എന്നൊക്കെ പറയുന്നത് 6 to 7 months അല്ലെങ്കിൽ 7 to 8 months ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു കാലയളവിൽ നമുക്ക് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ളൊരു ഫീൽഡിനെ പറ്റിയിട്ട് നമ്മളൊരു ബേസിക് കോൺസെപ്റ്റ്സുകളാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഗംഗയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് അതിനെ കൂടുതലും ലെവലപ്പ് ചെയ്തിരുന്നത്? അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ കൺസെപ്റ്റ്സ് നന്നായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഒരു ലോങ് ഡ്യൂറേഷനാണ്, കൺസിസ്റ്റൻസി വേണം. നമ്മൾ പഠിക്കുന്നു, അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക.
അതായത് നമ്മൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യുക, ടൈം കണ്ടെത്തി കൂടുതൽ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്കതിനുള്ള ഒരു ഗൈഡൻസ് എല്ലാം നമ്മുടെ മെൻറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യണം. അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ നിന്നുകൊണ്ട് മാത്രമല്ല, അതിന് പുറത്തേക്ക് നമ്മൾ കുറച്ചും കൂടെ വർക്ക് ചെയ്യാനായിട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഫ്രസ്ട്രേഷൻ വരാറുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഡൗട്ട് ചോദിക്കാം, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു റിപ്ലൈ വരുന്നുണ്ട്. സോ നമ്മൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊന്നും കൂടി ചെയ്ത് നോക്കാം. ഞാൻ അങ്ങനെ തന്നെ ട്രൈ ഔട്ട് ചെയ്താണ് വർക്ക് ചെയ്തിരുന്നത്. സോ പിന്നെ നമുക്കിന്ന് ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ് സപ്പോർട്ടിന്, പണ്ടത്തെ പോലെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ വന്നപ്പോൾ എൻ്റെ ലേണിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഐ മീൻ എസ്പെഷ്യലി ഓട്ടോമേഷൻ്റെ കേസ് വന്നപ്പോഴത്തേക്കും അപ്പോൾ പുതിയ ടൂൾസൊക്കെ നമ്മൾ പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിനകത്ത് വെച്ചിട്ട് മാക്സിമം നന്നായിട്ട് തന്നെ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. അതേപോലെ നമ്മളുടെ ഒരു കംപ്ലീറ്റ് ടീമിന്റെ സപ്പോർട്ടിനെ പറ്റിയിട്ട് എന്താണ്? ഒരുപാടാണ്. മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടാണെങ്കിലും കോർഡിനേറ്റേഴ്സിൻ്റെ സപ്പോർട്ട്. ഞാൻ പറഞ്ഞു ഇപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് നോക്കി പഠിക്കാം. പക്ഷേ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ ഡൗട്ട് വന്നു, കൺഫ്യൂസ്ഡായി, എങ്ങനെ പ്രൊസീഡ് ചെയ്യണം എന്ന് അറിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളുടെ മെൻറ്റേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കോർഡിനേറ്റേഴ്സിൻ്റെ സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ അതർ ഫാക്ടേഴ്സ്, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു, ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കിതെല്ലാം കോർഡിനേറ്റേഴ്സിനോട് നമ്മുടെ കൺസേൺസ് പറയാം. അപ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എല്ലാം അവർ റെഡിയാക്കി തരുന്നുണ്ട്. സോ അതുകൊണ്ട് ആ ഒരു ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്, ആ ജേർണി തന്നെ വളരെ സക്സസ്ഫുള്ളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിലൊരുപാട് സപ്പോർട്ട് എൻട്രിയുടെ ടീമിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ ഒരു നോർമൽ രീതി അല്ലാതെ ഇപ്പം നമുക്ക് പലയിടത്തും കാണാം, പാട്ട് പാടി പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ കഥ പറഞ്ഞ് പഠിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ പഠിപ്പിച്ചാൽ കൊള്ളായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ചില കേസിൽ, കാരണം ടഫായിട്ട് വരുന്ന ചില പോർഷൻസ് വരുമ്പോൾ കുറച്ചൊരു റിയൽ വേൾഡ്, അതായത് റിയൽ ആയിട്ടുള്ള ഒരു കാര്യം ഇൻക്ലൂഡ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരാൾക്ക് കുറച്ചും കൂടി അത് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചാൽ തോന്നിയിട്ടുണ്ട്. അല്ലാതെ ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. അതേപോലെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ IT കരിയറിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മളെപ്പോഴും പുതിയൊരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മളെ ഷോക്കേസ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് എൻട്രിയുടെ സൈഡിൽ നിന്ന് നമുക്ക് പ്രോജക്ട്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ പലരും നമ്മൾ എൻട്രി കൂടുതലായിട്ടും നമ്മൾ തന്നെ പ്രോജക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം പക്ഷേ ചില സ്റ്റുഡൻസ് ഇങ്ങനെ പറയും, ലൈക്ക് എനിക്ക് അതിനകത്തിൽ സപ്പോർട്ട് വേണം. അപ്പോൾ ഗംഗയുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ഗംഗയുടെ അഭിപ്രായം? അതിൽ കൂടുതൽ സപ്പോർട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ നല്ലത്? മുഴുവനായിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ തിങ്ക് ചെയ്യത്തില്ല. കാരണം ഒരു IT പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ ഈവൻ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഔട്ട് ഓഫ് ബോക്സ് തിങ്ക് ചെയ്യണം. നമുക്ക് അങ്ങനെ ഒരു അനലിറ്റിക്കൽ സ്കില്ല് വേണം. സോ വൺസ് എ പ്രോബ്ലം നമുക്ക് വന്നു, നമ്മൾ അതിനെ വർക്കൗട്ട് ചെയ്യുക, മാക്സിമം വർക്കൗട്ട് ചെയ്യുക. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കൊന്ന് അപ്രോച്ച് ചെയ്യാന്നല്ലാതെ ഒരിക്കലും സൊല്യൂഷൻ നമ്മളുടെ മെൻറ്റേഴ്സിൻ്റെ അടുത്ത് ചോദിക്കരുത്. നമ്മൾ തന്നെ ട്രൈ ഔട്ട് ചെയ്ത് സൊല്യൂഷൻ ചെയ്യുക. ദെൻ ഓൺലി നമുക്ക് അവിടെ ഗ്രോ ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ലേൺ ചെയ്യും. ഇപ്പം നമ്മളൊരു കൺസെപ്റ്റ് പഠിച്ചു, അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട്, കാരണം ഒരു പ്രോബ്ലം നമുക്ക് പല രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ട്രൈ ഔട്ട് ചെയ്ത് ഫൈനൽ സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ സെൽഫ് ലേണിംഗ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. അതൊരു ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു എനിക്ക്. നമുക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിങ്ങനെ ഓരോ വീക്കിലും ഇതിൻ്റെ ഡെമോ ഉണ്ട്, നമ്മൾ എന്തോരം നമ്മുടെ പ്രോജക്റ്റ് ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നാൽ നമുക്ക് സജഷൻസ് തരും, അല്ലാണ്ട് സൊല്യൂഷൻസ് അല്ല. സജഷൻസിൽ നിന്ന് നമ്മൾ സൊല്യൂഷനിലേക്ക് എത്തുന്നു. അത് അത്രയുമാണ് ബേസിക്കലി ഒരാൾക്ക് വേണ്ടത്. അങ്ങനെ ഇപ്പം സജഷൻസ്, ഇപ്പം ഒരു നമ്മൾ ഈ വീക്ക്ലി റിവ്യൂസ് നടത്തുന്ന സമയത്താണ് സജഷൻസ് തരുന്നത്. അപ്പോൾ ഈ സജഷൻസിൽ നിന്ന് നിങ്ങൾക്ക് സൊല്യൂഷൻസ് കിട്ടാറുണ്ടായിരുന്നോ, അതോ ബ്ലോക്കറായിട്ട് നിൽക്കുമായിരുന്നോ, അതോ? മിക്കവാറും തന്നെ കിട്ടാറുണ്ടായിരുന്നു. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. കാരണം IT നമുക്കറിയാം, കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തിനും ഇന്ന് സൊല്യൂഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഒരിക്കലും ഫേസ് ചെയ്തിട്ടില്ല. നമുക്ക് ചോദിക്കാനുണ്ട്, ആരോടെങ്കിലും ചോദിക്കാം. നമുക്ക് ഡെഫിനറ്റ്ലി ആ ഒരു സൊല്യൂഷനിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ. സോ ഇപ്പോൾ ഈ ഒരു IT ഫീൽഡിലേക്ക് വരുന്ന ഒരുപാട് നോൺ IT ബാക്ക്ഗ്രൗണ്ട് സ്റ്റുഡൻസ് ഈ ഒരു IT കരിയർ കിട്ടാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് ഉള്ള ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് ഈ ഫീൽഡിലുള്ള മിക്കവാറും ജോലി കോഡിംഗ് റിലേറ്റഡ് ആണെന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ അത് ശരിക്കും ഒരു മിത്താണ്. അപ്പോൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ എത്ര % കോഡിംഗ് ഉണ്ടെന്നാണ് ഒരു? കോഡിംഗ് വരുന്നത് മാനുവൽ ടെസ്റ്റിംഗ് ജോബിലേക്കാണ്. ഇപ്പോൾ നമുക്കറിയാം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ മാനുവൽ ടെസ്റ്റിംഗ് മാത്രമല്ല, അലോങ് വിത്ത് ദാറ്റ് ഓട്ടോമേഷനും കൂടി വേണം. അപ്പോൾ എന്തായാലും ഓട്ടോമേഷൻ്റെ ബേസിക് കൺസെപ്റ്റ്സ് പഠിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത്. അതിനകത്ത് കോഡിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിരുന്നാലും നമുക്ക് കോഡ്ലെസ് ആയിട്ടുള്ള ഒരുപാട് ടൂൾസും ഇന്ന് അവൈലബിൾ ആണ്. പക്ഷേ ബേസിക് കോഡിംഗ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമേഷൻ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് ഒരു നമ്മളുടേതായിട്ടുള്ളൊരു ഇൻപുട്ട് എന്തായാലും കൊടുക്കുക. ഇന്നിപ്പോൾ ഏതൊരു ലാംഗ്വേജ് ആണെങ്കിലും ലേൺ ചെയ്യാനായിട്ട് പല രീതികളുണ്ട്. പണ്ടത്തെ എത്രയുള്ളൊരു ബുദ്ധിമുട്ട് എന്നൊരു ലാംഗ്വേജ് ലേൺ ചെയ്യാനായിട്ട് നമുക്കുണ്ടാവുന്നില്ല.
സോ ഡെഫിനറ്റ്ലി മാനുവൽ ടെസ്റ്റിംഗ് നന്നായിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്യുക. ഓട്ടോമേഷൻ എന്ന് വെച്ചാൽ റിക്വയർമെൻ്റ് ആണ്. ചിലപ്പോൾ എല്ലാ ആപ്ലിക്കേഷൻസിനും നമുക്ക് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ആവശ്യം വരണം എന്നില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ പതുക്കെ അപ്സ്കിൽ ചെയ്യുക, കുറേശ്ശെയായിട്ട് അപ്സ്കിൽ ചെയ്ത് നമുക്ക് എത്താവുന്നതേ ഉള്ളൂ. അതേപോലെ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, ഇപ്പോൾ മിക്കവാറും സ്റ്റുഡൻസ് അല്ലെങ്കിൽ മിക്കവാറും ഒരു പൊതുവേ ഉള്ളൊരു ടോക്കാണ് ഇനി മാനുവൽ ടെസ്റ്റിങ്ങിന് ഒരു ഫ്യൂച്ചർ ഇല്ല, അല്ലെങ്കിൽ മാനുവൽ ടെസ്റ്റിംഗ് ഇതോടെ തീർന്നു പോയി. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഉറപ്പായിട്ടും മാനുവൽ ടെസ്റ്റിങ്ങിന് അതിൻ്റേതായിട്ടുള്ളൊരു സ്ഥാനമുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഗ്രോ ചെയ്യണമെങ്കിൽ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ഓഫ് കോഴ്സ് വേണം. പക്ഷേ ഇഫ് യു ഹാവ് ടു ബിക്കം എ ഗുഡ് ഇൻ, അല്ലെങ്കിൽ ഇഫ് യു ഹാവ് ടു ബിക്കം ഗുഡ് ഇൻ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മാനുവൽ ടെസ്റ്റിംഗ് അടിപൊളിയായിരിക്കണം അല്ലേ? അപ്പോൾ എന്നാൽ മാത്രമേ നമുക്കൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പം ഗംഗയുടെ ഒരു എക്സ്പീരിയൻസ് വൈസ് ഇപ്പോൾ മാനുവൽ ടെസ്റ്റിംഗിൽ ഓൾറെഡി വർക്ക് ചെയ്തിരുന്നതാണ്, അത് കഴിഞ്ഞിട്ടാണ് ഓട്ടോമേഷൻ സ്വിച്ച് ചെയ്തത്. അപ്പോൾ ഓട്ടോമേഷൻ സ്വിച്ച് ചെയ്യുമ്പം എന്താണ് ഗംഗയ്ക്ക് തോന്നുന്നത്, ലൈക്ക് മാനുവൽ ടെസ്റ്റിങ്ങിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഇതിൽ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്? ഡെഫിനറ്റ്ലി മാനുവൽ ടെസ്റ്റിംഗ് അറിയാതെ ഒരാൾക്ക് ഒരിക്കലും ഓട്ടോമേഷനിലേക്ക് വരാൻ പറ്റില്ല. അതുപോലെ നമ്മളിപ്പോൾ AI ടൂൾസ് വരുന്നുണ്ട്, അഡ്വാൻസ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും മാനുവൽ ടെസ്റ്റിംഗ്, കാരണം നമ്മളൊരു ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഡെഫിനറ്റ്ലി മാനുവൽ ടെസ്റ്റിംഗ് ചെയ്തിട്ടാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാനുവൽ ടെസ്റ്റിംഗ് പഠിക്കാതെ ഒരാൾക്ക് ഒരിക്കലും ഓട്ടോമേഷൻ ടെസ്റ്റർ ആകാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്നും മാനുവൽ ടെസ്റ്റിങ്ങിന് ഉണ്ടാകും. അതാണ് എനിക്ക് ഇതിനകത്തുള്ളൊരു സജഷനുള്ള ഒരു അഭിപ്രായമുള്ളത്. ഓക്കെ, ഇനിയും എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, ഇപ്പം ഗംഗ ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് മെൻറ്ററായിട്ടാണ് കയറിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു മെൻറ്റർ ആകുന്നതാണോ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നൊരു വർക്ക് ചെയ്താണോ, ഏതാണ് എളുപ്പമായിട്ട് തോന്നിയിരിക്കുന്നത്? എനിക്ക് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതാണ് ആസ് ഓഫ് മൈ എക്സ്പീരിയൻസ് എളുപ്പമായിട്ട്. പിന്നെ ടീച്ചിങ് ഫീൽഡ് എനിക്ക് ഒരു പാഷനാണ്. ഞാനൊരു ടീച്ചിങ് പ്രൊഫഷനിൽ നിന്ന് വന്ന ഒരാളാണ്. സോ എനിക്കിപ്പോൾ ഈ പറയുന്ന സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കൺസെപ്റ്റ്സും അതുപോലെ തന്നെ ഇത് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ്, കംപ്ലീറ്റ്ലി തിയറി അല്ല. അപ്പോൾ അതുകൊണ്ടും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഇതിൽ ഒരുപാട്. പക്ഷെ എന്നിരുന്നാലും ഇൻഡസ്ട്രിയിലാണ് നമുക്ക് ഒരുപാട് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പുതിയ ടൂൾസ്, പുതിയ ടെക്നോളജീസ്, ഇതെല്ലാം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയിൽ തന്നെയാണ്. അതേപോലെ നമ്മുടെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിലേക്ക് വന്നപ്പോൾ, ഈ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് തന്നെയല്ല ഏതൊരു കോഡിംഗ് കോഴ്സിലേക്ക് വരുന്ന ഒരാളും നമ്മളുടെ ഈ ഒരു 6 months 7 months കോഴ്സ് വെച്ചിട്ട് അവിടെ വെച്ച് അവർ ബ്രേക്ക് ചെയ്യും, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യും. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നമ്മൾ കണ്ടിന്യൂസ് ലേണിംഗ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫീൽഡിലേക്ക് ഉയരാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ അതിനെപ്പറ്റി ഗംഗയുടെ ഒരു ഡെഫിനറ്റ്ലി, കാരണം ടെക്നോളജി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് പഠിക്കുന്ന ഒരു ടെക്നോളജി ആയിരിക്കില്ല ഒരു 3 months കഴിയുമ്പോഴത്തേക്ക്. ടൂൾസ് ഒരുപാട് വരുന്നുണ്ട്. സോ കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് പറയുന്നത് ഏതൊരു ഫീൽഡിലും എപ്പോഴും നമ്മൾ കീപ്പ് ഓൺ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് കൺസിസ്റ്റൻ്റ്ലി എന്താണോ വരുന്നത് അത് ലേൺ ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ അപ്സ്കിൽ ചെയ്ത് മാത്രമേ മുമ്പോട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ആ ജോബിൽ നിന്ന് റീപ്ലേസബിൾ ആണ്. റീപ്ലേസബിൾ ആവാതിരിക്കണം എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ലേണിംഗ്, പുതിയ ടെക്നോളജി ഏതാണ് അതനുസരിച്ചിട്ട് പഠിക്കുക, പറയുള്ളൂ. ഓക്കെ, ഇനിയും ഇതേപോലെ ഒരുപാട് പേര് ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ എൻട്രിയുടെ കോഴ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പം ഗംഗ ഇപ്പോൾ ഇവിടുന്ന് പാസ് ആയ ഒരു സ്റ്റുഡൻ്റ് ആണ്. അതും നമ്മളുടെ എക്സാംസും അസൈൻമെൻറ്റ്സും എല്ലാം അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്ത്, പ്രോജക്റ്റും എല്ലാം കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ ഗംഗയുടെ ഒരു ത്രൂ ഔട്ട് ജേർണി ഒന്ന് പറയുക, അല്ലെങ്കിൽ അവർക്കുള്ള ഒരു അഡ്വൈസ് പോലെ എന്തായിരിക്കും ഗംഗയ്ക്ക് പറയാനുള്ളത്? ആക്ച്വലി ഇവിടുത്തെ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ആർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. വീക്ക്ലി 3 days ആണ് ടെക്നിക്കൽ പോർഷൻസ് പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇവർക്ക് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങും കൂടിയുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു IT ഇൻഡസ്ട്രിയിലേക്ക് കയറുമ്പോൾ അലോങ് വിത്ത് ടെക്നിക്കൽ നോളേജ് നമുക്ക് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്ങും കൂടെ ആവശ്യമാണ്. സോഫ്റ്റ് സ്കിൽസ് എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണം, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ട്രെയിനിങ് നമുക്ക് തരുന്നുണ്ട്. സോ അപ്പോൾ നമ്മളതനുസരിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എന്താണോ ടാസ്ക് അസൈൻ ചെയ്യുന്നത്, ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അതിനുള്ളൊരു ടൈം ഗ്യാപ്പ് നമുക്ക് എന്തായാലും ഉണ്ട്. അതനുസരിച്ചിട്ട് ലേൺ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ആ സക്സസ്ഫുള്ളി ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഇതിനകത്ത് മെയിനായിട്ട് കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ആ ഒരു നമ്മളുടെ ഒരു കോഴ്സിനോടുള്ള ഒരു പാഷൻ, ഡെഫിനറ്റ്ലി പാഷൻ വേണം, നമുക്ക് പഠിക്കണം. പിന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യം കണ്ടിന്യൂസ് ലേണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒന്ന് പഠിച്ചു നിർത്തും. ഓട്ടോമേഷനിൽ തന്നെ പല ടൂൾസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സെലീനിയം പോലെയുള്ള ഒരു ടൂൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അടുത്തത് പ്ലേറൈറ്റ് പോലെയുള്ള ഒരു ടൂൾ, അത് കഴിഞ്ഞിട്ടും പിന്നെ അപ്ഗ്രേഡ് ചെയ്യുന്നതനുസരിച്ച് അടുത്ത ടൂൾ നമ്മൾ പഠിക്കാം. ഒന്ന് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് പഠിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും, ഓൾറെഡി ഒരു ബേസ് കിട്ടുമ്പോൾ. സോ അതാണ് എനിക്കൊരു അഡ്വൈസ്. നമ്മൾ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക, കറക്റ്റായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. നമുക്ക് ലേൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യാം, നമുക്ക് അപ്സ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്.
ഇപ്പോൾ നമ്മളുടെ ഒരു സിലബസ് അനുസരിച്ച് ഇപ്പോൾ കോർ പാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കറൻ്റ്ലി ഇൻഡസ്ട്രിയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊണ്ട് നടക്കുന്ന വേറൊരു കാര്യമാണ് സോഫ്റ്റ് സ്കിൽ. അപ്പം നമ്മളുടെ ഒരു സോഫ്റ്റ് സ്കിൽ സെഷൻസ് എങ്ങനെയുണ്ടായിരുന്നു, ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യോ? അതെ, ഡെഫിനറ്റ്ലി എനിക്കൊരു കരിയർ ഗ്യാപ്പ് വന്നതിന് ശേഷം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഒരു ഇൻ്റർവ്യൂ, ഞാൻ ഇതിന് മുമ്പ് കുറച്ച് ഇൻ്റർവ്യൂസ് എല്ലാം അറ്റൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തായിരുന്നു. ഡെഫിനറ്റ്ലി എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കുറേ നമ്മൾ ചാനൽസൊക്കെ നോക്കിയെങ്കിലും ഞാൻ വിചാരിച്ചു ആരെങ്കിലും ഒരാളൊന്ന് സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. അതുപോലെ നമ്മുടെ റെസ്യൂമേ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഇപ്പോൾ എല്ലാം ATS ആണ്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഉണ്ടാക്കുന്നത് കറക്റ്റാണോ, ആരെങ്കിലും ഒന്ന് റിവ്യൂ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിരുന്നു. സോ അതെല്ലാം കറക്റ്റായിട്ട് ഇവിടെ സോഫ്റ്റ് സ്കിൽ സെഷനിൽ കവർ ചെയ്യുന്നുണ്ടായിരുന്നു. എങ്ങനെ നമ്മളെ ഷോക്കേസ് ചെയ്യണം, ലിങ്ക്ഡിൻ ബ്രാൻഡിങ് എങ്ങനെ ചെയ്യണം, എങ്ങനെ കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം, ഇതെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് നമുക്കൊരു ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ടെക്നിക്കൽ ബിഹേവിയറൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും, സെനാരിയോ ബേസ്ഡ് ഉള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ നമ്മൾ അറ്റൻഡ് ചെയ്യണം, എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, അതിൻ്റെ എല്ലാം മോക്ക് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. സോ അത് ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു നമുക്ക്. എങ്ങനെ അപ്പോൾ ആക്ച്വലി നമ്മൾ റിയൽ ഇൻ്റർവ്യൂവിൽ വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ കുറച്ച് നെർവസ് ആകും, അല്ലെങ്കിൽ കുറച്ച് പാനിക് ആകും. ആ ഒരു സിറ്റുവേഷൻ ശരിക്കും അവോയ്ഡ് ചെയ്ത് കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു 6 monthsൻ്റെ ഇടയിൽ വീക്ക്ലി വൺസ് ഉണ്ടാകുള്ളൂ, എന്നാൽ പോലും നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. പ്രിപ്പയറിങ് സെഷൻസൊക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അതിനുള്ള ടിപ്സ് എല്ലാം നമുക്ക് പറഞ്ഞുതരും. നമ്മളതനുസരിച്ച് പ്രിപ്പയർ ചെയ്യുന്നു, നമ്മൾ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്ത് അയക്കുന്നു, അതിന് കറക്ഷൻസ് പറയുന്നു. സോ ആ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ കുറേ ഇമ്പ്രൂവ് ചെയ്യുവാണ്. സജഷൻസ് പറയും എങ്ങനെ നമ്മൾ ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മളതനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കുന്നു, ഫീഡ്ബാക്ക് തരുന്നു. സോ ആ ഒരു പ്രോസസ്സ് എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തായിരുന്നു. അതെ, അതേപോലെ തന്നെ മോക്ക് ഇൻ്റർവ്യൂസിൻ്റെ ഒരു കാര്യം കൂടി പറയാണ്. നമുക്ക് സോഫ്റ്റ് സ്കില്ലിലും അതുപോലെ തന്നെ കോറിനകത്തിലും മോക്ക് ഇൻ്റർവ്യൂസ് ഒരുപാട് ഉണ്ടായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു ഒരു 2-3 മോക്ക് ഇൻ്റർവ്യൂസോളം ഉണ്ടായിരുന്നു. അപ്പം അത് എങ്ങനെയാണ് റിയൽ ലൈവ് ഇൻ്റർവ്യൂവിന് ഹെൽപ്ഫുൾ ആയത്? ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം എല്ലാം സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം, അപ്പോൾ അതേപോലെ തന്നെയായിരുന്നു റിയൽ ഇൻ്റർവ്യൂസിലും വന്നിരുന്നത്. സോ അപ്പോൾ നമുക്ക് വലിയ പാനിക് ആകാതെ, ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് ഗംഗയ്ക്ക് ഒരു ഐസ് ബ്രേക്ക് പോലെ ആയിരിക്കും മോക്ക് ഇൻ്റർവ്യൂയിലേക്ക്. ഒരുപാട് നാളിന് ശേഷമാണ് ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നത്, അപ്പോൾ ഒരു നെർവസ്നെസ് ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട് അല്ലേ? അപ്പോൾ ആ മോക്ക് ഇൻ്റർവ്യൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ വളരെ പാനിക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയും ഇങ്ങനെ പാനിക് ആകണ്ട. കുറച്ച് ഫീഡ്ബാക്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തന്നെ അപ്സ്കിൽ ചെയ്യണം. അങ്ങനെയാണ് എൻട്രിയിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സോഫ്റ്റ് സ്കിൽ സെഷൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം അന്വേഷിച്ചായിരുന്നു. ടെക്നിക്കലിൻ്റെ കൂടെ സോഫ്റ്റ് സ്കിൽസ് പ്രൊവൈഡ് ചെയ്യും. ഞാൻ വെച്ചു ഡെഫിനറ്റ്ലി അത് എന്തായാലും ഇൻ്റർവ്യൂവിന് ഹെൽപ്ഫുൾ ആകുമല്ലോ എന്ന് കരുതി. അതേപോലെ തന്നെ എനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു ഇൻ്റർവ്യൂസിനെല്ലാം. അപ്പോൾ വലിയ നെർവസ്നെസ്, അങ്ങനെ ഒരു പേടി കൂടാതെ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇൻ്റർവ്യൂസിന് വേണ്ടിയിട്ട് ഗംഗയുടെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? നമ്മൾ ആദ്യമേ തന്നെ ഈ കോഴ്സ് പഠിക്കുന്ന കൂട്ടത്തിൽ എന്താ പറയുന്ന ഒരു മൊഡ്യൂൾസ് ആയിട്ടാണല്ലോ. നോർമലി ഞാനൊരു മൊഡ്യൂൾ കഴിയുമ്പോൾ തന്നെ നമ്മളുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, PDF ഉണ്ടാകും, അത് ജസ്റ്റ് നോക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നെറ്റിൽ റെഫർ ചെയ്താൽ തന്നെ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ആണെങ്കിലും ലിങ്ക്ഡിനിലൊക്കെ ആണെങ്കിലും ഒരുപാട് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. സോ അത് വെച്ചിട്ട് ഞാൻ സെൽഫ് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു മിററിന് മുമ്പിലിരുന്ന് പറഞ്ഞു നോക്കുക, അങ്ങനെയുള്ള ടിപ്സൊക്കെ നമുക്ക് സോഫ്റ്റ് സ്കിൽ സെഷനിൽ തന്നിരുന്നു. സോ അതൊക്കെ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യും. ചിലപ്പോൾ നമുക്ക് തെറ്റ് വരും, എന്നിരുന്നാൽ പോലും നമ്മൾ എത്ര കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയണം എന്നില്ല, ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ മറന്നു പോകും. പക്ഷെ അറിയുന്ന കാര്യങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ നല്ലൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. സോ അങ്ങനെ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് എനിക്ക് ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, പ്രാക്ടീസിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണ്? ഗംഗയുടെ ഒരു ഡെയിലി പ്രാക്ടീസ് ആയിരുന്നോ അതോ ഓരോ മോഡ്യൂൾസ് കഴിയുമ്പോൾ അങ്ങനെയായിരുന്നോ പ്രാക്ടീസ് ചെയ്തത്? ടൈം കിട്ടുന്ന അനുസരിച്ചാണ്. കാരണം ഫാമിലിയും എല്ലാ കാര്യങ്ങളുടെ ഒരു ബാലൻസ് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട്, കുട്ടികളുണ്ട്, അപ്പോൾ എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ കുട്ടികൾ പോയി കഴിയുമ്പോൾ ഞാൻ ഫ്രീ ആണ്. ഇപ്പോൾ ഡെഫിനറ്റ്ലി മൺഡേ ടു ഫ്രൈഡേ ഞാൻ ഫ്രീ ആണ്. അപ്പോൾ മോർണിംഗ് സെഷൻസൊക്കെയാണ് കൂടുതലും യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ ആക്ച്വലി എൻ്റെ ഒരു ലേണിംഗ്, ഞാൻ പറഞ്ഞു, എൻ്റെ ലേണിംഗ് വളരെ സ്മൂത്തായിട്ട് തന്നെയാണ് എനിക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഞാൻ അതിനെ ഒരു നോർമൽ കേസിലൊരു ടൈം ഫിക്സ് ചെയ്തിട്ട് തന്നെയാണ് പഠിക്കുന്നത്. ഡെയിലി ഒരു 2 hours ഒക്കെ ആയിരിക്കും പഠിക്കുന്നത്. അത്രയും ഒരു ക്ലാസ് കൂടാതെ ഒരു 2 hours മാറ്റി വെക്കും ഇതിന് വേണ്ടിയിട്ട്. അങ്ങനെ പ്രിപ്പയർ ചെയ്തായിരുന്നു ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നത്. അതേപോലെ നമ്മളുടെ ലൈവ് സെഷൻസിലും റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, അല്ലെങ്കിൽ ലൈവ് സെഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ പഠിപ്പിക്കുന്ന കോൺസെപ്റ്റുകൾ ആ ഒരു ക്ലാസ്സിലെ കോൺസെപ്റ്റ് മാത്രമായിരുന്നു പ്രാക്ടീസ് ചെയ്തത്, അല്ലെങ്കിൽ ബിയോണ്ട് ദാറ്റ് എന്തൊക്കെയായിരുന്നു ഗംഗയുടെ പ്രിപ്പറേഷൻസ്? ആദ്യം അത് ചെയ്ത് നോക്കും.
അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ സെർച്ച് ചെയ്ത് നോക്കി ഇതിനകത്ത് എന്തെങ്കിലും എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ, കൂടുതൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാറുണ്ട്. കാരണം ചിലപ്പോൾ നമ്മൾ അതുപോലെ ചെയ്താലും ചില കേസിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഡെമോ സൈറ്റ്സ് പോലെയൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും എറർ വരും. അപ്പോൾ ഒരാൾക്ക് കിട്ടുന്ന എറർ ആയിരിക്കില്ല വേറൊരു ആൾക്ക്. വേറൊരാളെ ഫ്രണ്ടിനെ കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മളത് ആലോചിക്കും ഇനി വേറെ എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ അനദർ സൊല്യൂഷന് വേണ്ടിയിട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ ലേൺ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ടൈം അവൈലബിലിറ്റിയും കൂടെ അനുസരിച്ചിട്ട് കുറച്ചും കൂടെ ഞാൻ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പം നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് പഠിക്കാം. തിയേറ്ററിൽ പോയിരുന്ന് പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫംഗ്ഷന് പോകുമ്പം അവിടെ ഇരുന്ന് പഠിക്കാം, ക്ലാസ് കേൾക്കാം. അങ്ങനെ എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്, ഡെഫിനറ്റ്ലി. ചില സിറ്റുവേഷൻസിൽ കോഡിംഗ് ഇല്ലാത്ത ക്ലാസ് നമുക്ക് ഓൾറെഡി സ്കെഡ്യൂൾ തന്നിട്ടുണ്ടാകുമല്ലോ. കോഡിംഗ് ഇല്ലാത്ത ക്ലാസ്, തിയറി കൺസെപ്റ്റ്സ് വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഫാമിലി കമ്മിറ്റ്മെൻറ്റ്സോ എന്തെങ്കിലും പുറത്ത് പോകുമ്പോൾ ഞാൻ ഫോണിൽ ഹെഡ്സെറ്റ് വെച്ചിരുന്ന് കേട്ട് ക്ലാസ് കേട്ടിട്ടുണ്ട്. പിന്നെ അതെപ്പോഴെങ്കിലും അടുത്ത ഡേ പ്രാക്ടീസ് ചെയ്ത് നോക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പഠിച്ചപ്പം ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വഴക്കും എല്ലാം കേട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. ഇപ്പോൾ ക്ലാസ്സിൽ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഗംഗയായിരിക്കും ഫസ്റ്റ് ചാടിക്കയറി ഉത്തരം പറയുന്നത്. ബാക്കിയുള്ളവരെ ഒന്നും സമ്മതിക്കാതെ, അല്ലെങ്കിൽ ചില സമയത്ത് ടോട്ടൽ സൈലൻസ് ആയ സമയത്ത് ഗംഗയുടെ ആൻസർ ആയിരിക്കും ഫസ്റ്റ് ഞാൻ കേൾക്കുന്ന ക്ലാസ്. അപ്പോൾ എന്താ അതിൻ്റെ ഒരു റീസൺ? ആരും മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണോ, അതോ ഗംഗയ്ക്ക് ആൻസർ അറിയാവുന്നത് കൊണ്ടാണോ? ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റ് വരാറുണ്ട്, അത് ഞാൻ പറയാറുണ്ട്. പക്ഷേ ഞാൻ കഴിവതും വിചാരിച്ച ക്ലാസ് എപ്പോഴും ഇൻട്രാക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നതാണ് രസം. കാരണം നമ്മളെപ്പോഴും ഇതൊരു എന്താ പറയുക, റേഡിയോ പോലെ അല്ലല്ലോ. 1-to-1 അല്ലെങ്കിൽ നമ്മൾ 2 പേര് തമ്മിൽ സംസാരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ സംസാരിക്കുന്നിട്ട് ആരെങ്കിലും പറയുമല്ലോ എന്ന് കരുതിയിട്ട് കൂടിയാണ് ഞാൻ പലപ്പോഴും റിപ്ലൈ തരാറ്. അപ്പോൾ ഈ ഒരു ഫേസിൽ വന്ന് നിൽക്കുമ്പോൾ ഗംഗയ്ക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ലൈക്ക് ഒരു കറക്റ്റ് ഒരു ഡിസിഷൻ ആയിരുന്നോ? അതെ, ഡിസിഷൻ കറക്റ്റ് ആയിരുന്നു. കാരണം എന്തായാലും ഒരു ബ്രേക്ക് കഴിഞ്ഞു. കാരണം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു, പാരൻറ്റിങ് റെസ്പോൺസിബിലിറ്റീസ്, റീലൊക്കേഷൻ, അതൊക്കെ കൊണ്ടുവന്നു. അതിനുശേഷം ഇപ്പോൾ കുഴപ്പമില്ല, കുട്ടികൾ കുറച്ചൊക്കെ ഒന്ന് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള കരിയർ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ IT-യിലേക്ക്, ഓൾറെഡി കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊരാളായത് കൊണ്ട് ഡെവലപ്മെൻറ്റിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ പ്രിഫറബിളായി തോന്നിയത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആണ്. അങ്ങനെ ചൂസ് ചെയ്തു. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കോഴ്സ് എടുത്തതിൽ. ഇപ്പോൾ എൻ്റെ പുതിയ കരിയറിൽ ഇപ്പോൾ കറൻ്റ്ലി ഫ്രീലാൻസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഒരു ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കറൻ്റ്ലി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ വർക്കിൽ. അപ്പോൾ നമ്മളൊരു വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഡിസ്കഷൻ ആയിരുന്നു ഇത്. അതുപോലെ തന്നെ വളരെ പ്രൗഡും ആയിരുന്നു. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ജേർണിയും അതുപോലെ ഈ ഒരു കരിയറിലേക്കുള്ള സ്വിച്ചിനെ പറ്റിയൊക്കെ സംസാരിച്ചതിന് താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം.